നമസ്കാരം. സ്ട്രെസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSC ചോദിച്ചിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു എക്സാം എഴുതുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഒന്നും വരാതെ അറിയാവുന്നത് മാത്രം എഴുതുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ആൻസർ ഓപ്ഷൻ സി ആണ്, നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. അപ്പോൾ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാരാണ്? നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2019. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് 370 അനുച്ഛേദം. ഈ അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 15. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, EOS-04 ആണ്. കൃഷി, വനം, തോട്ടങ്ങൾ, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്കം, മാപ്പിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഇത്, EOS-04. ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ഇത്, GSAT-11. CMS-01 എന്ന് പറയുന്നത് ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-01. ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റലിജൻസ് സർവൈലൻസ് സാറ്റലൈറ്റ് ആണ് എമിസാറ്റ്. എമിസാറ്റ് ഒരു സൈനിക ഉപഗ്രഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, K. കസ്തൂരി രംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, താലോലം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂരാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂർ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നൂൽപ്പുഴ പഞ്ചായത്താണ്. വയനാട് ജില്ലയിലാണ് നൂൽപ്പുഴ പഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം.
ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. അതുപോലെ തന്നെ ഉത്തരമഹാസമതലത്തിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലൂണി നദിയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദിയാണ് ലൂണി നദി. ആരവല്ലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി നദി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർമതി എന്നാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണിത് ലൂണി നദി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതാണ് മഹാനദി. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപിയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദ നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പരുത്തി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണിനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗൺസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മണികരൻ. മണികരൻ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് മണികരൻ. മണികരൻ ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൻ. ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് മണികരൻ. മണികരൻ ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണിത്, ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ് ആണ്. 17 ചതുരശ്ര കിലോമീറ്ററിൽ 17 ഇവിടുത്തെ ജനസാന്ദ്രത, അരുണാചൽ പ്രദേശിലെ ജനസാന്ദ്രത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണേത്? ബീഹാർ ആണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏത്? ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സോജില ചുരമാണ്. അപ്പോൾ ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണിത്, സോജില ചുരം. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്ന് അറിയപ്പെടുന്ന ചുരം. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഖാരിഫ് ആണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും എത്ര കാർഷിക കാലങ്ങളാണുള്ളത്? 3 കാർഷിക കാലങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ളത്. മൺസൂണിന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മൺസൂണിന്റെ അവസാനത്തോടെ വിളവെടുക്കുന്ന കാർഷിക കാലമാണിത്, ഖാരിഫ് കാലം. ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിളവിറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണിത്, റാബി. വേനലിന്റെ ആരംഭത്തോടെ വിളവിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ്. അതുപോലെ തന്നെ റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സൈദ് കാലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, NW2. ദേശീയ ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ ജലപാതയാണ് NW1. NW1 ഹാൽഡിയ ടു അലഹബാദ് ആണ്.
ഹാൽഡിയ ടു അലഹബാദ് ആണ് NW1. ഇത് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദികളിലൂടെയാണ്. അടുത്തത് NW2 എന്ന് പറയുന്നത് സാദിയ ടു ധൂബ്രി. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഈ ജലപാത ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അടുത്തത് NW3 എന്ന് പറയുന്നത് കൊല്ലം, കോഴിക്കോട്. കൊല്ലം, കോഴിക്കോടാണ് NW3. ഇത് വെസ്റ്റ് കോസ്റ്റ്, ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകളിലാണ്. അടുത്ത NW4 എന്ന് പറയുന്നത് ഗോദാവരി ടു കൃഷ്ണ, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളിലാണ്. കാക്കിനാട ടു പുതുച്ചേരിയിലൂടെയാണ് NW4 പോകുന്നത്. കാക്കിനാട ടു പുതുച്ചേരിയാണ് NW4 ജലപാത. അത് ഗോദാവരി, കൃഷ്ണ നദികളിലാണ്. NW5 എന്ന് പറയുന്നത് താൽച്ചർ ധാംറ. NW5 എന്താണ്? താൽച്ചർ ധാംറ. ഇത് ബ്രാഹ്മണി, മഹാനദി നദികളിലാണ്. മഹാനദി നദികളിലൂടെയാണ് NW5. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. NW1 ആണ് ദേശീയ ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയത്. അപ്പോൾ കേരളത്തിലൂടെ ഉള്ളതാണ് NW3. അത് കൊല്ലം ടു കോഴിക്കോടാണ്. വെസ്റ്റ് കോസ്റ്റ്, ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകളിലൂടെയാണ്. ഹാൽഡിയ ടു അലഹബാദ് ബന്ധിപ്പിക്കുന്നതാണ് NW1. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദിയിലൂടെയാണ്. NW2 എന്ന് പറയുന്നത് സാദിയ ടു ധൂബ്രിയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1946 ഡിസംബർ 9. പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അത് 1946 ഡിസംബർ 11. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. പ്രസ്താവന 1 എന്താണ് പറയുന്നത്? ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രസ്താവന 2 എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. ഇതും ശരിയാണ്. അടുത്ത 3 എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇതും ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1, 2, 3 ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മലാല യൂസഫ്സായി. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. മലാലയുടെ പ്രധാന കൃതി ഏതാണ്? ഐ ആം മലാല. മലാല ഡേ എന്നാണ്. ജൂലൈ 12 മലാല ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആന്ധ്രാപ്രദേശ്. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. 1876 ഓഗസ്റ്റ് 2 പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിൽ ജനിച്ചത്. പിംഗലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്. 2009 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്.
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതി. എന്തറിയപ്പെടുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഈ തന്നിരിക്കുന്നതിനകത്ത് ആൻസർ ഇല്ല. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അയിത്ത നിർമാർജനം. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 17. അനുച്ഛേദം 17-ാം അനുച്ഛേദമാണ് തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? അത് അനുച്ഛേദം 17 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണേത്? പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, ക്രിസ്തുമത നിരൂപണം, ഭാഷാപത്മ പുരാണം, സർവമത സാമരസ്യം, ദ്രാവിഡ മഹാത്മ്യം, പിള്ളത്താലോലിപ്പ്. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പോൾ അവർണർക്കും വേദം പഠിക്കാമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേദാധികാര നിരൂപണമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. കല്ലുമാല സമരം നടന്നത് 1915-ലാണ്. കല്ലുമാല സമരം നടന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരം നടന്നത്. എന്നാണ്? 1915-ലാണ്. ഈ സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. 1936-ൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി സമരം എന്നാണ്? 1936. അടുത്തത്, സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888-ൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അരുവിപ്പുറമാണ്. ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രമാണ് അരുവിപ്പുറം. അരുവിപ്പുറം എവിടെയാണ്? നെയ്യാറ്റിൻകരയിലാണ്. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887-ലാണ്. പ്രതിഷ്ഠ നടത്തിയതാണ് 1888-ൽ. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ്? 1888. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മലബാർ. മലബാറിൽ 1930-ൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം? ആൻസർ ഓപ്ഷൻ എ ആണ്, പയ്യന്നൂർ. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 13-നാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? അത് പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭനാണ്
സവർണജാഥ നയിച്ചത്? എന്നാണ് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടതെന്ന്? 1924 നവംബർ 1-നാണ് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. എന്നാണ് 1924 നവംബർ 1-നാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ ഒന്നായിരുന്നു. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണിത്. ചാന്നാർ ലഹള എന്നായിരുന്നു? 1859. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകൃതമായത് 1941 ജനുവരി 26-നാണ്. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത് S. നീലകണ്ഠ അയ്യരും VR. കൃഷ്ണൻ എഴുത്തച്ഛനുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാമനമ്പി. അപ്പോൾ കുറിച്യർ കലാപം എന്നാണ് നടന്നത്? 1812 കുറിച്യ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലവൈദ്യുതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ നദി. അപ്പോൾ പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, കബനി നദി. അപ്പോൾ ഏതൊക്കെ നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്? കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. 41 നദികൾ പടിഞ്ഞാറോട്ടാണ്. ആകെ അങ്ങനെ 44 നദികളാണ് കേരളത്തിൽ ഉള്ളത്. 3 നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ജില്ലയിലാണ് കബനി നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തൊണ്ടാർമുടി. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയാണ് കബനി നദിയുടെ ഉത്ഭവസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിന്നാർ. മംഗളവനം പക്ഷിസങ്കേതം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് മംഗളവനം പക്ഷിസങ്കേതം. ചുലന്നൂർ എന്താണ്? മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണിത്, ചുലന്നൂർ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണിത്, തട്ടേക്കാട്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അതാണ് കുമരകം പക്ഷി സങ്കേതമാണ്, കുമരകം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം? ആൻസർ ഓപ്ഷൻ ബി ആണ്, അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊല്ലം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ഏത് താലൂക്കാണ്? ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളമാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലിന്റെ ആകൃതി എഫ് ആകൃതിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? അത് വെള്ളായണി കായലാണ്.
അതുപോലെ തന്നെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകനാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകിനെയാണ്. അദ്ദേഹത്തിന് മറ്റ് കുറെ വിശേഷണങ്ങളുണ്ട്. മറാത്ത കേസരി, ലോകമാന്യ തിലക്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ കീടം വയ്ക്കാത്ത രാജകുമാരൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെ ഒക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ബാലഗംഗാധര തിലകിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിനാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ് മിൽ സമരത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരം എന്നാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ട സത്യാഗ്രഹമാണേത്? അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. 1918. എവിടെയാണ് അഹമ്മദാബാദ്? ഗുജറാത്തിലാണ്. അതുപോലെ ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം. എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചമ്പാരനാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖേദ സമരമാണ്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം 1928. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പഠിച്ചു വെച്ചോളുക. അപ്പോൾ ബർദോളി സത്യാഗ്രഹം എന്നാണ്? 1928 ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ബർദോളി സമര നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, തേഭാഗ സമരം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബംഗാളിലാണ്. 1946-47 കാലഘട്ടത്തിൽ ബംഗാളിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരമാണ് തേഭാഗ സമരം. എന്നാണ് നടന്നത്? 1946-47 കാലഘട്ടത്തിലാണ്. കർഷകർക്ക് മേൽ ചുമത്തിയ അമിത നികുതിക്കെതിരെ നടത്തിയ സമരമാണ് തേഭാഗ സമരം. ഇതിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? കംപ്രാം സിംഗും ഭവൻ സിംഗുമായിരുന്നു തേഭാഗ സമരത്തിന്റെ നേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സംവാദ് കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ആൻസർ ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? ആൻസർ ഓപ്ഷൻ ഡി VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. VP മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് VP മേനോൻ എഴുതിയ പുസ്തകമാണ്. ദി സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ള പുസ്തകവും VP മേനോന്റെയാണ്. അപ്പോൾ VP മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നതും ആരെഴുതിയതാണ്? VP മേനോന്റെ പുസ്തകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം
ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ആദ്യമായി ഉന്നയിച്ചത്. 1920 ഏത് സമ്മേളനമാണ്? നാഗ്പൂർ സമ്മേളനം. അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സി വിജയരാഘവാചാര്യരായിരുന്നു 1920 നാഗ്പൂർ സെക്ഷനിലെ അധ്യക്ഷൻ. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ടെറ്റനി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വൈറ്റമിൻ കെ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സസ്യഭുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ ഡി ആണ് ആൻസർ മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പിക്കോ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ആൻസർ ഓപ്ഷൻ എ ആണ് ഹീലിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് നൈട്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ. പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്? ഓപ്ഷൻ ബി ആണ് പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? ആൻസർ ഓപ്ഷൻ സി ആണ് യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഊഞ്ഞാലിന്റെ ചലനം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉമാണ് ശരി. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദിഷ്ട സിവിൽ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ആൻസർ ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം? ആൻസർ ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് സൗരോർജവും ജൈവവാതകവും സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജം.
ഇവയെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇന്ത്യയുമായി കരതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഇന്ത്യയുമായിട്ട് കരതിർത്തി പങ്കുവയ്ക്കുന്നതാണ്. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഇവയെല്ലാം ഇന്ത്യയുമായിട്ട് കരതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൗണ്ട് എവറസ്റ്റ്. മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരായന രേഖ 23 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത? ആൻസർ ഓപ്ഷൻ ബി ആണ്, NH-44. മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്ന്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ പേരെന്താണ്? അതാണ് റിട്ട്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എടുത്തിരിക്കുന്ന ഭാഷ ലാറ്റിനാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1947 ജൂലൈ 22. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 52 സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇനിയും എക്സാമുകൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.